നമസ്കാരം. തിരുവനന്തപുരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പലരും വാർത്തയിലൂടെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്താ അവസ്ഥ? സംസ്ഥാന തലസ്ഥാനം നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അസഹിഷ്ണുത ബാധിച്ച ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ കൂടി ആവേശത്തോടുകൂടി കേരള സംസ്ഥാനത്തെ ഇടതുപക്ഷ നേതാക്കന്മാര് വാതോരാതെ വർത്തമാനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പലരും കണ്ടു. എല്ലാവരും ആ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആൾക്കാരുടെ സംസാരവും നമ്മൾ ശ്രദ്ധിച്ചു കാണും. വളരെ ഭവ്യതയോടുകൂടിയും വളരെ മര്യാദ പുരസരമൊക്കെ നേതാക്കന്മാര് പലരും തിരിച്ചു പ്രതികരിച്ചു. എന്താ തിരുവനന്തപുരത്ത് സംഭവിച്ചത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ചേട്ടനെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആ പ്രദേശത്തെ ഏറ്റവും വലിയ ഗുണ്ടയായ ഒരു കൌൺസിലർ, അയാളുടെ ഫോട്ടോ അടക്കമുള്ള നല്ല വ്യക്തമായ രീതിയിൽ പുള്ളിക്കാരന്റെ മുഖം പതിഞ്ഞിട്ടുള്ള 3-4 CCTV ക്യാമറ വെച്ചിരുന്നതിനകത്ത് കൃത്യമായി അയാളുടെ മുഖം പതിഞ്ഞിട്ടുള്ള ആ വീഡിയോ ഇന്ന് എല്ലാ ചാനലുകളും കാണിച്ചു. എന്തിനേറെ പറയുന്നു, മാതൃഭൂമി ചാനൽ അടക്കം കൃത്യമായി പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൌൺസിലറായിട്ടുള്ള ഇന്ന വ്യക്തി ഇതിൽ പങ്കാളിയാണ്, അയാളെ കണ്ടിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയുണ്ടാവും? ഉടൻ തന്നെ ജാമ്യമില്ലാത്ത വകുപ്പ് ഉപയോഗിച്ച് കേസെടുക്കും പോലും. അപ്പോ ജാമ്യമില്ലാത്ത വകുപ്പ് ഉപയോഗിച്ച് കേസെടുക്കാനൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ അറിയാല്ലേ? ഇത് വാചകമാണോ പ്രവർത്തനമാണോ പ്രവൃത്തിയിൽ നടക്കാൻ പോകുന്നതാണോ എന്ന് ഇന്നിരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അറിയാം. സംസ്ഥാനത്തെ പോലീസ് ആക്ട് 144 പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 4 പേര് കൂട്ടം കൂടി സംസാരിക്കാനോ ഒന്നും പാടില്ല പോലും. അതെല്ലായിടത്തും ഒരുപോലെ ബാധകമാണ്. വീടുകളിലല്ലാത്ത ഒരു പ്രദേശങ്ങളിലും, ശ്രദ്ധിക്കണം, വീടുകളിലല്ലാത്ത ഒരു പ്രദേശങ്ങളിലും ആരാധനാലയങ്ങളോ മറ്റുള്ള സ്ഥലങ്ങളോ അങ്ങനെയുള്ള ഏത് സ്ഥലങ്ങളിലും 4 പേരിലധികം കൂട്ടം കൂടി സംസാരിക്കാനോ മൈക്ക് ഉപയോഗിക്കാനോ പ്രതിഷേധ പ്രകടനം നടത്താനോ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാനോ ഒന്നും പാടില്ല എന്ന് ആക്ടിനകത്ത് വർണ്ണിച്ചിട്ടുണ്ട്. ഇതെന്താ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് ബാധകമല്ലേ? അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ മുഴുവൻ അക്രമവും അനീതിയും കൊണ്ട് വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ തെമ്മാടികളെ പോലീസുകാർക്ക് കണ്ണിന് കാണില്ലേ? അതോ അവരുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവർ അദൃശ്യരായി തോന്നുന്ന തരത്തിലേക്കാണോ അവരുടെ മാതാപിതാക്കൾ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്? ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണെങ്കിൽ പോലും തന്തയ്ക്ക് പറക്കാഴിയ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനിങ്ങനെ കാണിച്ചങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരു നടക്ക് പോകൂല കമ്മ്യൂണിസ്റ്റുകാരാ എന്നോർത്തോണം. ആറ്റുകാൽ ഭാഗത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൌൺസിലർമാരുടെ വീട്ടിലേക്ക് ഇന്ന് നേരം വെളുത്തപ്പം മുതൽ തുടങ്ങിയ അക്രമമാണ്. ഇന്നലെ രാത്രിയിലെ വെളുപ്പിനെ 3 മണിയോടുകൂടിയ സമയത്ത് തിരുവനന്തപുരത്ത് നടത്തിയ തേർവാഴ്ചയും തെമ്മാടിത്തരങ്ങളും കഴിഞ്ഞപ്പോ അതിനുശേഷം വീണ്ടും അവർ അടങ്ങിയിരുന്നില്ല. നഗരപ്രദേശങ്ങളിലും നഗരപ്രാന്തങ്ങളിലും താമസിക്കുന്ന സംഘപരിവാർ പ്രവർത്തകരുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൌൺസിലർമാരടക്കമുള്ള ആൾക്കാരുടെയും നേതാക്കന്മാരുടെയും വീടുകൾ തെരഞ്ഞു പിടിച്ച് അവിടേക്ക് അക്രമം തുടങ്ങിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പിടിപ്പും ഒരു നിലനിൽപ്പുമില്ലാത്ത പല പ്രദേശങ്ങളും കേരളത്തിലുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ CPM-ന്റെ പ്രവർത്തകർക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘപരിവാർ പ്രവർത്തകരുടെ കൂടെ അക്രമം കൊണ്ട് തുടങ്ങിയാലോ? അപ്പൊ എന്തായിരിക്കും അവസ്ഥ? ഞാനൊരു കാര്യം വ്യക്തമായിട്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് ഇത്രയും അങ്ങോട്ട് സഹിഷ്ണുരാവേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം, എന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്ന സംഭവങ്ങൾ പോലീസിൽ എത്തിച്ചു കൊടുത്തിട്ട് കേസെടുപ്പിച്ചാലും വേണ്ടില്ല, ഒരു കാര്യം പറയും, പിണറായി വിജയ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിന്നോടുള്ള വാചകം കൂടിയാണിത്. ഞാൻ സംബോധന ചെയ്യുന്നത് പരുഷമായി പോയെങ്കിൽ അത് കണക്കായി പോയി എന്ന് വിചാരിച്ചാൽ മതി. പിണറായി വിജയ, നിന്നോടുള്ള അവസാനത്തെ വാചകമാണിത്. നിന്റെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ വാക്ക് കേട്ടുകൊണ്ട് തെമ്മാടിത്തരം കാണിക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറക്കി വിടുന്നത് കൌൺസിലർ ആയിക്കൊള്ളട്ടെ, പ്രവർത്തകനായിക്കൊള്ളട്ടെ, മറ്റാരെങ്കിലും ആയിക്കൊള്ളട്ടെ, കൈ കടന്നു കഴിഞ്ഞങ്ങോട്ട് പോയാ ആക്രമിക്കാൻ വരുന്നവൻ
ഒരു കാരണവശാലും എഴുന്നേറ്റ് നടക്കുന്ന തരത്തിലേക്കായിരിക്കില്ല ഓഫീസുകളുടെ മുന്നിൽ നിന്ന് തിരിച്ചു പോകുന്നത് എന്ന് ശക്തമായ ഭാഷയിൽ പറയുകയാണ്. കേരളം മുഴുവൻ ഓടി നടന്ന് തല്ലുമേടിക്കേണ്ട അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ വരാൻ പോവുകയാണ്. ഈ പ്രവർത്തനം ഈ സെക്കൻഡിൽ ഇന്ന് അവസാനിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾ ഓരോ പാർട്ടി പ്രവർത്തകനും ഒരുത്തനും മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇനി അങ്ങോട്ട് പോകും. അതിനുള്ള ഇടവരുത്തരുത്. ചങ്കുറപ്പും നട്ടല്ലും എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തവരാണ് ആർഎസ്എസുകാരെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഇതിനെക്കാട്ടിലൊക്കെ വലിയ വിപ്ലവങ്ങൾ കാണിച്ചിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിന്നിട്ടുള്ള ആൾക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ബിജെപിയുടെയും സംഘപരിവാർ പ്രവർത്തകരും ഒക്കെ എന്നുള്ളത് ഓർത്തോണം. കോടിയേരി ബാലകൃഷ്ണന്റെ മോന്റെ വീടിന് നേരെ രണ്ടുപേര് എറിഞ്ഞെന്ന് പറഞ്ഞതൊന്നും ചെറുതായി പോയി എന്ന് കരുതണ്ട. പക്ഷേ ഒരു കാര്യമാണായിട്ട് പറയുന്നു, ഇനി അങ്ങോട്ട് 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് ചാനലുകളിൽ ചർച്ചയായിരിക്കും. ഡൽഹിയിൽ പോയ കേരള മുഖ്യമന്ത്രിയെ തടയാൻ വേണ്ടി ആൾക്കാർ വന്നു, സിപിഎമ്മിന്റെ ദേശീയ ഓഫീസിലേക്ക് അക്രമം അഴിച്ചുവിട്ടു. ഒരു സംശയമില്ലാത്ത കാര്യമാ, ഇന്നും നാളെയുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോഴിക്കോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങ് ഡൽഹിയില്. സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിവില്ലാത്ത വെറും ഉണ്ണാക്കനായിട്ടുള്ള സീതാറാം ക്ലച്ചൂരി ഇരിക്കുന്ന ആ ഓഫീസിൽ. ഇതൊക്കെ നിങ്ങളെല്ലാവരും കൂടി പറയിപ്പിച്ചതാണ് കമ്മ്യൂണിസ്റ്റുകാരാ. ആ ഓഫീസിരിക്കുന്ന പ്രദേശത്ത് ഒരു കൌൺസിലറെ സൃഷ്ടിക്കാൻ പോലും ഇക്കാലം അത്രയും കഴിവില്ലാത്ത, ഇത്രയും വിഡ്ഢിയായിട്ടുള്ള സീതാറാം യെച്ചൂരി അടക്കമിരിക്കുന്ന ആൾക്കാരിരിക്കുന്ന ഓഫീസിലേക്ക് ഇനി ആരെങ്കിലും കയറി തേർവാഴ്ച നടത്തിയ അതിന് കരഞ്ഞോണ്ട് ഇറങ്ങരുത്. ഇനി ഒരുത്തനും പ്രകടനം കൊണ്ട് ഇറങ്ങരുത്. കാരണം പണ്ടൊരു വാചകമുണ്ട്, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക എന്ന് കേട്ടിട്ടുണ്ടോ? കേരള സംസ്ഥാനത്തിൽ എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ചാൽ അതിന്റെ ഫലം കേരള സംസ്ഥാനത്തിൽ മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അധികാരത്തിൽ ഇന്ത്യയിലെ 18ഓളം വരുന്ന സംസ്ഥാനങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാർ പ്രവർത്തകരാണ് ഒന്തസായ ആർഎസ്എസുകാരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓർമ്മ വേണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡൽഹിയിലേക്ക് പോകുമ്പോ പിണറായിയോ കൊടിയേരിയോ ഏത് വലിയ പൊന്നുമോനായിക്കൊള്ളട്ടെ, സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് എഴുത്തും മേടിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയിലേക്ക് വരാൻ പോവാ. അതുകൊണ്ട് അധികം കടന്ന് അഭ്യാസം കാണിക്കാതിരിക്കാൻ നിങ്ങളുടെ കൌൺസിലർമാരോട് പറയൂ. ആരുടെ കാണിക്കുന്ന അഭ്യാസത്തിന് അവിടുത്തെ ആൾക്കാരാണെങ്കിൽ നിന്റെയൊക്കെ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാലയിടുന്ന അവസ്ഥയിലേക്ക് വരാൻ പോവാ. അന്ന് വരുമ്പോ കിട്ടുന്നത് മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ടിരുന്ന വിളിച്ചോണം മുറിക്കകത്ത് കയറിയിരുന്ന ഇൻകുലാബ് സിന്ദാബാദ് തെമ്മാടികളെ. നിനക്കൊക്കെ ഒരു ധാർഷ്ട്യമുണ്ട്, നിനക്കൊക്കെ ഒരു ചിന്താഗതിയുണ്ട്. നിന്നെയൊന്നും ആരും ഒന്നും ചെയ്യില്ല എന്ന്. അധികാരം കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാവാമെന്ന തരത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ പിണറായി വിജയ, ഇത് നിന്റെ അവസാനത്തെ പോക്കായിരിക്കുമെന്ന് ഓർത്തോ. വെല്ലുവിളിച്ചുകൊണ്ട് പറയുക തന്നെയാണ്, ഈ പരനാറിയുടെ ഭരണം വന്ന് കേരള സംസ്ഥാനത്തിനെ മുടിച്ച് മുക്കോത്ര വെച്ച് നശിപ്പിച്ച് ഈ പരുവത്തിലേക്കാക്കി ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെ മുന്നിൽ മലയാളിയാന്ന് പറയാൻ ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന മനുഷ്യന് നാണക്കേടുണ്ടാക്കിയ ഈ നാറികയൊക്കെ എവിടുന്ന് ചാണകം മുക്കിയ ചൂലിനടിച്ച് പുറത്താക്കണം. ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും കൊണ്ട് മാത്രം കൈകഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നാറിയ ഈ അക്രമത്തിന്റെ പ്രത്യയശാസ്ത്രവും പൊക്കിപ്പിടിച്ച് നടക്കുന്ന തെമ്മാടികളെ ഈ സംസ്ഥാനത്ത് നിന്ന് ആട്ടിപ്പുറത്താക്കണം, കുറ്റിച്ചൂലിനടിച്ച് പുറത്താക്കണം. ഇനി ഇത് വെച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമില്ല. നമ്മളെല്ലാവരും കുറച്ച് കാലഘട്ടമായി ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇത് സഹിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ഇത് ഇനിയും വെച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇതിനൊരു അവസാനം വരണം. ഇത് ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേർക്കുള്ള ആക്രമണമാണ്. ഏതെങ്കിലും ഒരു ഫ്ലെക്സ് ബോർഡ് കീറുകയോ ഒരു പോസ്റ്റർ വലിച്ചു കീറുകയോ ഒന്നും ചെയ്യുന്ന പോലല്ല. ഇത് ഒരു പാർട്ടിയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള ഭരണഘടനാപരമായിട്ടുള്ള അനുവാദം കിട്ടിയിട്ടുള്ള ഒരു പാർട്ടിയെ, അതും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയത്തിന് നേരെ നടത്തിയിട്ടുള്ള ഈ അക്രമം അങ്ങേയറ്റ അപലപനീയമാണ്. ഇത് കാണിച്ചവർക്ക് തക്കതായ മറുപടി ആ ചെയ്ത ഭാഷയിൽ തന്നെ കൊടുക്കണമെന്നാണ് അനേകായിരം വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വികാരം പോലെ തന്നെ എന്റെ മനസ്സിലും തോന്നിയ വികാരം ഞാനിവിടെ പറഞ്ഞത്. അതിന് ഈ സംസ്ഥാനത്തെ മുഴുവൻ സംഘപരിവാർ പ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാട്ടാളന്മാരെ, ഈ തെമ്മാടികളെ ചെറുക്കുവാനുള്ള സമയമായിരിക്കുന്നു. ഇനി അത് വെച്ചുപെറുപ്പിച്ചുകൊണ്ട് പോകാൻ പാടില്ല. വന്ദേ മാതരം.